നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമ. അവൻ്റെ കഴുത്തു പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ള തന്നു തരുക. അപ്പോൾ ഞാൻ സഹസേവകനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടും വരെ സഹസേവകനെ അവൻ കാരാഗൃഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകർ അവരെ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചു, അതുപോലെ നീയും എൻ്റെ സഹസേവകനോട് കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നത് വരെ അവനെ കാരാഗൃഹത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ല എങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോട് ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. എൻ്റെ സ്നേഹബഹുമാനമുള്ള ലിയോ 14 മാർപ്പാപ്പ, എൻ്റെ സ്നേഹബഹുമാനമുള്ള എല്ലാ ജില്ലയിലെ എൻ്റെ പിതാക്കന്മാർ, ഈ വചനത്തിൽ പറയണതല്ല, എൻ്റെ സ്നേഹബഹുമാനമുള്ള എല്ലാ ചെല്ല നാട്ടിലെ എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം സുഖമായിരിക്കണോ? നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം. ഹൃദയത്തിൽ നിന്ന് വരണതാണ് മക്കളെ ഈ വചനം സത്യമാണ്. ആ വചനം എല്ലാം എൻ്റെ തലയിൽ കൂടെ കടന്നു പോയപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി വേദനകളാണ് വരണം മക്കളെ. വേദന അനുഭവിക്കാൻ പറ്റണില്ല, വേദന കുരിശിൻ്റെ പീഡനം സഹിക്കാൻ പറ്റണില്ല, അത്രയ്ക്ക് വേദന. അയ്യോ, സഹിക്കാൻ പറ്റണില്ല. അമ്മയ്ക്ക് ഇന്നലെ തന്നെ ഒരു പാർട്ടിയിൽ എനിക്ക് 2500 രൂപ തരാനുണ്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞതിന്, ദൈവമേ, എൻ്റെ വീട്ടിൽ ഇന്നലെ രാവിലെ യുദ്ധക്കളമായിരുന്നു. അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അമ്മ നാവൂർ വരെ ഒരു യാത്ര പോയിട്ട് വരുമ്പോൾ ഇവിടെ എൻ്റെ സാധനങ്ങളെല്ലാം കതൂലെടുത്തെറിഞ്ഞും ഒക്കെ അങ്ങനെ ഭയങ്കര യുദ്ധത്തിൻ്റെ ഭീഷണിയായിരുന്നു. അപ്പോൾ ഓടി വന്ന് ഞാൻ വന്നപ്പോഴും വന്ന് കയറി, എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ആരോടെ പിതാവേ പറയും? എൻ്റെ പിതാവ് ഇതറിയണം. പിതാവ് അറിയാൻ കറിയാണ് ഈ പാവപ്പെട്ട എൻ്റെ അമ്മ പറയണത്. ഞാൻ ക്ഷമിച്ചു, എനിക്ക് വേണ്ട, ഇനി ആ പൈസ വേണ്ട. പക്ഷെ അവൾ എന്നെ ഫോണെടുത്തൊക്കെ എറിഞ്ഞു, എന്നെ അടിക്കാൻ വന്നു. ഈ വചനത്തിൽ പറഞ്ഞ പോലെ നീ ഒരടി അടിച്ചാൽ മറടി കാണിച്ചു കൂടെന്ന് പറഞ്ഞത് വചനത്തിൽ അടിച്ചതുപോലെ എന്നെ അടിച്ചു. ഈ വചനത്തിൽ പറഞ്ഞതുപോലെയല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് പിതാവേ. ഞാൻ എന്ത് ചെയ്യാൻ ദൈവമേ? അത്രയ്ക്ക് എന്നെ കുരിശിലേറ്റുകയാണ്. വേദന സഹിക്കാൻ പറ്റണില്ല. ഈശോ സഹിച്ചതിനേക്കാളും അപ്പുറം വേദന വചനത്തിൽ കൂടെ കടന്നു പോയപ്പം എനിക്ക് ഇത്രയും വേദനയാണോ ദൈവമേ? ദൈവം സത്യമാണ്. ഈ വചനത്തിൽ കൂടെ പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നതെല്ലാം ഒരടി കാണിച്ചപ്പോൾ മറടി കാണിക്കും. ഞാൻ ക്ഷമിക്കുകയാണ്, എനിക്ക് തരാനുള്ളവനോട് ഞാൻ ക്ഷമിക്കുകയാണ്. പക്ഷെ ദൈവം ക്ഷമിക്കുമോ മക്കളെ? ദൈവം ക്ഷമിക്കുമോ? അമ്മ ക്ഷമിക്കുകയാണ്. അവൾ വന്നതിൽ പറയാണ്, നീ ഒരു പ്രവാചകയാണോ? നീ ഒരു അമ്മയാണോ? ഇതൊക്കെ ആക്കണത് ദൈവമാണ് മക്കളെ, ഇതൊക്കെ ആക്കണത് ദൈവമാണ്. അവൾ ആക്കൂല എന്നാണ് പറയുന്നത്, അവൾ അതിനെല്ലാം തടസ്സം ചെയ്യുമെന്നാണ് പറയുന്നത്. അതൊന്നും അവരല്ല, ദൈവമാണ് ഒരു പ്രവാചകയാക്കണതും ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ വരണതും. നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിച്ച് അമ്മ എല്ലാ ദിവസവും പള്ളി പോയി. ഇന്നും അമ്മ പള്ളി പോരുന്ന നിൻ്റെ ഭർത്താവ് ഇന്നലത്തെ യുദ്ധം കണ്ടപ്പം പറയും, നീ ഇനി പള്ളിയിൽ പോയി പോരുന്നു. ഞാൻ പള്ളിയിൽ പോയി ദൈവത്തെ വായിൽ സ്വീകരിച്ച് ഹൃദയത്തിൽ കൊണ്ടുവന്ന് അമ്മ പറയുകയാണ് മക്കൾ, അമ്മ ക്ഷമിക്കുകയാണ്. അമ്മയ്ക്കൊന്നും വേണ്ട, പോട്ട്. അയ്യോ, എനിക്ക് കിട്ടിയ അടിയും എല്ലാം ഞാൻ ക്ഷമിക്കുകയാണ്. എൻ്റെ പിതാവേ, ഇത് പിതാവ് അറിയണം. എൻ്റെ പിതാവേ, ഇവിടെ ഞാൻ കുരിശിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കുന്നു. ഈ വചനത്തിൽ കൂടെ കടന്നു പോയപ്പോൾ എൻ്റെ തലയിൽ കൂടെ എല്ലാം കടന്നു പോയപ്പം അമ്മ അനുഭവിക്കുന്ന വേദന അത് അത്രയ്ക്ക് മാത്രം ഭയങ്കര വേദന. എൻ്റെ ദൈവം എത്രമാത്രം കുരിശിൽ പീഡിച്ച് കാണും, പീഡനങ്ങൾ സഹിച്ച് കാണും. ഈ വേദന ദൈവം എങ്ങനെ നമുക്ക് ഒരു തെറ്റും ചെയ്യാതെ വേദന ദൈവം സഹിച്ചതുപോലെ എല്ലാം സഹിക്കുകയാണ് ഈ അമ്മ. എൻ്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ വേദന ജീവിതത്തിൽ? എല്ലാ മക്കൾക്കും വേദനയുണ്ട്, എല്ലാവർക്കും പ്രയാസമുണ്ട്, എല്ലാവർക്കും സങ്കടമുണ്ട്. ഈ വചനത്തിലനുസരിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ മക്കളെ എല്ലാവർക്കും ഉണ്ട് വേദന. ഹൃദയത്തിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഹൃദയത്തിൽ വരുമ്പോൾ ഹൃദയത്തിൽ നിന്നാണ് മക്കളെ വരണത്. സ്നേഹവും ബഹുമാനവും എല്ലാം, നമുക്ക് സ്നേഹവും നമുക്ക് ക്ഷമിക്കുവാനുള്ളത് നമ്മൾ ഹൃദയത്തിൽ നിന്നാണ് വരണത്. ഒന്നും ക്ഷമിക്കാൻ പറ്റുന്നില്ല. പാർട്ടിക്ക് അവരാരാ പേര് പോലും പറഞ്ഞില്ല, പക്ഷേ ദൈവമേ, അവളെ പറഞ്ഞതുകൊണ്ട് അവൾ വഴക്കും കുസ്തി. എൻ്റെ ദൈവമേ, പൈസ തന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് അവളെ തന്നെ പറഞ്ഞു. അവൾക്കറിയാം അത് അവൾക്കാണ് ഞാൻ കൊടുത്തതെന്നറിയാം. ഉടനെ വന്ന് പറയണേ, ഞാനല്ലേ എൻ്റെ ഇത് കടം വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് അതും ചോദിക്കുകയാണ് വന്ന്. എൻ്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ ക്രൂശിൻ്റെ പീഡനം? ഇങ്ങനെയുണ്ടോ എന്നെ അടിക്കാൻ? ഇങ്ങനെയുണ്ടോ? എൻ്റെ ഭർത്താവിനെ എന്നെ കൊല്ലുമായിരുന്നു അവൾ. അത്രയ്ക്ക് ഇങ്ങനെ ഒരു വ്യക്തിയാണോ അപ്പോൾ വലിയ സ്ഥാനങ്ങളിൽ കയറിക്കൊണ്ടിരിക്കുന്നത്? അമ്മ പറയണു, അമ്മ ക്ഷമിക്കും മക്കളെ, പക്ഷെ ദൈവം ക്ഷമിക്കുകയില്ല. ഇനി അവൾ ഒരു സ്ഥാനത്ത് അവൾ ജയിക്കുകയില്ല.
ഇനി ജയിക്കുകയില്ല. അത് ദൈവം നോക്കിക്കോളും. ഇല്ലേ മക്കൾ? അത് അമ്മ നോക്കണോ? വേണ്ട. അമ്മയ്ക്ക് ഒന്നും പറയാനുള്ള ഇതില്ല. അതൊക്കെ ദൈവം നോക്കിക്കോളും. എന്നാലും ദൈവം അമ്മ ക്ഷമിക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ട, അവളിന് തരാനുള്ളത്. അവൾ പറയാണ് ഈ 2500 5000 രൂപ തരുമായിരുന്നു. എത്രയോ പ്രാവശ്യം ചോദിച്ചു, എത്രയോ പ്രാവശ്യം അവൾക്ക് തരാൻ പറ്റിയില്ല. അമ്മ ക്ഷമിക്കുകയാണ്. എൻ്റെ പിതാവേ, എന്നെ അടിച്ചതിനെ ആര് ക്ഷമിക്കും പിതാവേ? പണവും കൊടുത്തിട്ട് അടി കൊള്ളേണ്ട ഗതികേട് വന്നു. എൻ്റെ പിതാവ് അറിയണം ഇത്. എന്നെ കാരാഗ്രഹത്തിലാക്കുകയാണ്. ഈ വചനത്തിൽ സംഭവിച്ച പോലെല്ലാം സംഭവിക്കുകയാണ്. വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നീ ഒരടി കാണിച്ചാൽ മറയടി കാണിച്ചു കൊടുന്നു. എല്ലാ വചനവും എൻ്റെ തലയിൽ കൂടെ കടന്നു പോവുകയാണ്, അടിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും പിതാവേ? സഹിക്കാൻ, ക്ഷമിക്കുവാനും കുരിശായ ശക്തി എനിക്ക് ദൈവമേ, എൻ്റെ കൂടെ ദൈവമേ ഉള്ളൂ. ഈ ദൈവം തന്നെ എന്നെ എല്ലാം താങ്ങണം. എന്നെ അടിക്കാൻ വരുമ്പോഴും എല്ലാം ഈ ക്ഷമയും എല്ലാം എനിക്ക് ദൈവം തരട്ടെ എന്ന് ദൈവത്തോട് തന്നെ അമ്മ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇവിടെ നടക്കുന്നത് എന്തോന്നാണ്? ദൈവമേ, ഇത്രയും അധികം പീഡകൾ സഹിക്കുക. ദൈവമേ, അവൾ തന്നെ പറഞ്ഞുകൊണ്ട് പോകണം എനിക്ക് കിറുക്കാണെന്ന്. ദൈവമേ, വചനം തലയിൽ കൂടെ വന്നപ്പോൾ എന്തെല്ലാം സംഭവിക്കണോ, എന്തെല്ലാം മാറ്റങ്ങൾ വരണോ ദൈവമേ അനുഭവിക്കാൻ. ഇനി എനിക്ക് ത്രാണിയില്ല ദൈവമേ. എന്നെ കൈത്താങ്ങി ഒന്ന് സഹായിക്കണമേ ഈ സഹനത്തിൽ. എൻ്റെ ദൈവമേ, ഒരമ്മയായി, ഒരു യേശുവിന് അമ്മയായപ്പോൾ ദൈവമേ ഇത്രയും സഹനങ്ങളാണോ? വചനത്തിൽ കൂടി കടന്നു പോയപ്പോൾ ഇത്രയും വേദനയാണോ എനിക്ക്? ദൈവമേ, എൻ്റെ നാട്ടിൽ എല്ലാ മക്കളും അറിയണം, എല്ലാ മക്കളും വചനത്തെ സ്നേഹിക്കണം. വചനമാണ് ദൈവം, വചനമാണ് ദൈവം. ദൈവത്തെ സ്നേഹിക്കണം, ഹൃദയത്തിൽ ദൈവത്തെ കൊണ്ടുവരണം. ഈ വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും മക്കളെ. അമ്മ ക്ഷമിക്കുകയാണ്. എല്ലാ മക്കളോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. ക്ഷമ ഉണ്ടെങ്കിലേ നമുക്ക് നല്ലതുള്ളൂ. അമ്മ ക്ഷമിക്കുകയാണ്. ഈ വചനത്തിൽ പറഞ്ഞ പോലെ എൻ്റെ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും അങ്ങേക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. തെറ്റ് ചെയ്തു. അമ്മയും തെറ്റുകാരിയാണ്. അമ്മയും തെറ്റുകാരിയായിപ്പോയി. തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. അമ്മ ക്ഷമിക്കുകയാണ്. അമ്മ പ്രാർത്ഥിക്കുകയാണ് എല്ലാ മക്കൾക്ക് വേണ്ടി. യുദ്ധം നടക്കുന്നിടത്ത് യുദ്ധം എല്ലാം ക്ഷമിക്കുവാനും ഇതെല്ലാം ശമിച്ച് ദൈവമേ നിങ്ങൾക്ക് അനുഗ്രഹമുള്ള മക്കളായി തീരുവാനും അമ്മ പ്രാർത്ഥിച്ചാൽ നടക്കുവാണെങ്കിൽ എൻ്റെ മക്കളെ നിങ്ങളെല്ലാം സുഖത്തോടെ ഇരിക്കുവാനും സന്തോഷത്തോടെ ഇരിക്കുവാനും നിങ്ങളെല്ലാം ആഹാരം ഒരു നേരം മാറ്റിവെച്ച് മുട്ടയും ഇറച്ചിയും ഒക്കെ മാറ്റിവെച്ച് എൻ്റെ ചെല്ല മക്കളെ ദൈവത്തിന് ഹൃദയത്തിൽ ഏറ്റുമ്പോഴാണ് ആ സ്നേഹം നമുക്ക് മനസ്സിലാവുന്നത്. പള്ളിയിൽ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഓടിപ്പോവും. സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തോട് സ്നേഹം. ഇപ്പം നമുക്ക് ദൈവത്തോടാണ് സ്നേഹമായിരിക്കേണ്ടത്, കരുണയായിരിക്കണം. ദൈവം എന്തെല്ലാം പീഡകൾ സഹിച്ചു മക്കളെ, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, രക്തം ചിന്തി. ആ അമ്മ കണ്ണീരോട് അമ്മയ്ക്ക് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഈ അമ്മയെപ്പോലെ മക്കളെ സഹനങ്ങൾ അത് ഹൃദയത്തിൽ ഏറ്റിയെടുക്കുമ്പോൾ വേദനകൾ ഒരുപാടുണ്ട് മക്കളെ. നമുക്ക് സഹിക്കാം മക്കളെ. നമുക്ക് വേദനകളെല്ലാം നമുക്ക് ദൈവത്തിൽ ഏൽപ്പിക്കാം. ദൈവമേ ഉള്ളൂ. അമ്മയ്ക്കിപ്പോൾ ആരുമേ ഇല്ല മക്കളെ. എല്ലാവരും അടിക്കുവാനും കൊല്ലുവാനും. ദൈവമേ, ഇത്രയധികം ക്രൂശിലേറ്റുവാൻ ഞാൻ എന്ത് പാവം ചെയ്തു പോയി, ഞാൻ എന്ത് പാവം ചെയ്തു എനിക്ക് അറിഞ്ഞുകൂടാ മക്കളെ. തെറ്റ് ചെയ്യാത്തവരാരുമേ ഇല്ല. ക്ഷമിക്കില്ലേ ദൈവമേ എന്നോട് ക്ഷമിക്കില്ലേ ദൈവമേ? എനിക്ക് മാപ്പ് തരില്ലേ ദൈവമേ? എല്ലാവരും ക്ഷമിക്കും മക്കളെ. ഈ കുരിശിൻ്റെ നോയമ്പ് സമയം എല്ലാവരും മാപ്പ് ചോദിക്കും ദൈവം മക്കളെ. ഇതുപോലെ അമ്മ ചോദിക്കും പോലെ നിങ്ങളെല്ലാം ദൈവത്തെ ഹൃദയത്തിൽ കൊണ്ടുവരും മക്കളെ. നമുക്ക് വേണ്ടിയാണ് ദൈവം ക്രൂശിലേറ്റിയത്. ഒരു തെറ്റും ചെയ്യാതെ നമുക്ക് വേണ്ടിയാണ് പീഡകൾ സഹിച്ചത്. ദൈവം നമുക്ക് വേണ്ടി സഹിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു മക്കളെ. അതുകൊണ്ട് എല്ലാ മക്കളും കരുണയുടെ സഹായം ഈ ഇതിലെ കൂടി എൻ്റെ ചില മക്കളെല്ലാം സഹായിക്കുക. പിതാവിൽ കൂടി കൊടുത്ത അമ്മയ്ക്ക് ആ സഹായം പാവങ്ങളെ ഏൽപ്പിക്കേണ്ടതുണ്ട്. എൻ്റെ ചില മക്കളെ നമ്മളിപ്പോൾ ചെയ്യണ ഓരോ നന്മയും നമുക്ക് അനുഗ്രഹങ്ങളായി തീരും. അമ്മ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നടക്കണുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദൈവമാണ് അമ്മയുടെ ഹൃദയത്തിൽ ഇരുന്ന് പറയണത്. അത് മനുഷ്യനല്ല പറയണത്, ദൈവമാണ്. ഇവിടുത്തെ ദൈവമാണ് അമ്മയുടെ ഉള്ളിലിരുന്ന് പറയണത്. അമ്മ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ദൈവത്തെ സ്വീകരിച്ചിട്ടാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഓരോ വ്യക്തികൾക്ക് വേണ്ടി, മക്കളില്ലാതിരിക്കുന്നവർക്ക് വേണ്ടിയും എൻ്റെ മക്കൾ എല്ലാവർക്കും മക്കൾ കിട്ടും. എൻ്റെ ചെല്ല മക്കളെ നിങ്ങളൊക്കെ എക്സസൈസ് ചെയ്യുക, എണ്ണപ്പലഹാരം മാറ്റി വയ്ക്കുക, നിങ്ങളൊക്കെ ഡോക്ടറെ കാണുക. ഒരു മക്കൾ പോലും മക്കളില്ലാതിരിക്കാതെ സാധ്യതയില്ല. വണ്ണം ഉള്ളവരുണ്ടോ ആഹാരമൊക്കെ കുറേശ്ശെ നിയന്ത്രിച്ച് എല്ലാവരും എക്സസൈസ് ചെയ്യുക, വണ്ണം കുറയും. അപ്പോൾ കുറയുമ്പോൾ മക്കൾ കിട്ടാനുള്ള സാധ്യത എത്രയും പെട്ടെന്ന് അത് ഉണ്ടാകും. ഡോക്ടർ പറയണ അനുസരിക്കും മക്കളെ, ഒന്ന് പറയണ അനുസരിക്കും മക്കളെ, ദൈവം പറയണമെന്ന് അനുസരിക്കും മക്കളെ. ദോക്ടർ ഇടപെടലിൽ ഒരുപാടുണ്ട്. ഡോക്ടർ പറയണത് നമ്മൾ ഒരുപാട് അവരിൽ കൂടി ദൈവ ഇടപെടലുണ്ട് മക്കളെ. പകുതി ദൈവം പകുതി ഡോക്ടർ എന്നാണ് പറയുന്നത്. നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കാതിരിക്കണോ? ഇല്ല, ചികിത്സിക്കണം. ചികിത്സിച്ച് വേണം ദൈവത്തെ പ്രാർത്ഥിക്കാൻ.
ചികിത്സിച്ച് വേണം ദൈവത്തെ പ്രാർത്ഥിക്കാൻ. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. നിങ്ങളെ രോഗങ്ങൾ, നിങ്ങളെ പ്രയാസങ്ങൾ എല്ലാം ഇപ്പം ദൈവത്തിനെ സമർപ്പിക്കുക. കുരിശിൻ്റെ ഈ പീഡന സമയങ്ങളിൽ നമുക്കെല്ലാ രോഗങ്ങളും മാറും മക്കളെ. അത് നമ്മളെ ഹൃദയത്തിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും മക്കളെ. സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് എൻ്റെ ഹൃദയത്തിൽ അത് എടുക്കണം എന്ന് എനിക്ക് നിശ്ചയമുണ്ടെങ്കിൽ അത് എടുക്കുക തന്നെ ചെയ്യും മക്കളെ. അമ്മയുടെ ഹൃദയത്തിലുണ്ട്. അമ്മ പ്രവാചകൻ അമ്മയൊക്കെ ആവണം. അത് ദൈവ ഇഷ്ടമാണ് മക്കളെ, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് എന്തെങ്കിലും പറയണം, ദൈവ ഇഷ്ടമാണ്. ദൈവത്തിന് എന്താണ് ഇഷ്ടം അത് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായിരിക്കണം, നിങ്ങൾ സന്തോഷമുള്ള മക്കളായിരിക്കണം. നമുക്ക് ആരുമില്ല മക്കളെ. കുടുംബത്തിൽ ഭാര്യയും മക്കളെയും, നിങ്ങൾ ഗൾഫിൽ ഇരിക്കുന്ന മക്കളെല്ലാം നിങ്ങൾ സ്നേഹിക്കണം. മക്കളെയും ഭാര്യ അവരേ ഉള്ളൂ. നമ്മൾ വെളിയിൽ ഒരാളെ സ്നേഹിക്കാൻ നമുക്ക് അവരൊന്നും ഇല്ല. നമുക്ക് മക്കളും ഭാര്യയും ഉള്ളൂ. നമ്മൾ കടം വെളിയിലുള്ളവർക്ക് കൊടുക്കേണ്ട. മക്കളെയും ഭാര്യയും നിങ്ങൾ സ്നേഹിക്കുക, അമ്മയെ സ്നേഹിക്കുക, മക്കൾ അമ്മയെ സ്നേഹിക്കുക. യുവജനങ്ങളെ, നിങ്ങൾ ഹൃദയത്തിൽ വിചാരിക്കുക ഞാൻ ഇന്നതാവും. ദൈവത്തെ സ്നേഹിച്ച് നിങ്ങൾ ഹൃദയത്തെ ദിവ്യകാരുണ്യം സ്വീകരിച്ചിരിക്കുന്ന ഓരോ ക്രിസ്ത്യാനികളും ദൈവത്തിൽ കൈക്കൊള്ളുക. ദൈവമാണ് വചനത്തിൽ വിശ്വസിക്കുക, വചനമായ വിത്തിൽ വിശ്വസിക്കുക. വചനമാണ് വിത്ത്, ഹൃദയത്തിൽ വരണം. ആ വചനത്തെ ഹൃദയത്തിൽ കൊണ്ടുവരണം. നമ്മൾ കൊണ്ടുവന്നാലേ നമുക്ക് നല്ലതുള്ളൂ മക്കളെ. എൻ്റെ ചെല്ല മക്കളെ, എല്ലാ മക്കളും, യുവജനങ്ങളെ, നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരും. നിങ്ങളും യുവജനങ്ങളും കൈതരുക മക്കളെ. യുവജനങ്ങൾ എന്ന് വെച്ചാൽ അത്രയും ഭയങ്കര ശക്തിയാണ്, ഭയങ്കര വിശ്വാസമാണ് യുവജനങ്ങൾ. അതൊന്നും നിങ്ങൾ കഴിക്കേണ്ട, നിങ്ങൾക്കും സഹായിക്കാം. യുവജനങ്ങളെ, ഗൾഫിരിക്കുന്ന മക്കളെ, എല്ലാ നിങ്ങളെ സങ്കടങ്ങളെല്ലാം തീരും. ഈ നോയമ്പ് തീരുമ്പോടെ നമ്മൾ ദൈവം സഹിച്ചു മക്കളെ. നമുക്ക് വേണ്ടിയാണ് പീഡന സഹിച്ചത്. അത് സഹിക്കും. അത് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളെ പകുതി വിഷമങ്ങൾ നമുക്ക് മാറും, പകുതി പ്രശ്നങ്ങൾ മാറും, പകുതി രോഗശാന്തി നമുക്ക് കിട്ടും. ഫുൾ രോഗശാന്തിയാകും. നമ്മളെ മനസ്സിൽ നമ്മളെ വിശ്വാസമാണ് മക്കളെ നമ്മളെ രക്ഷിക്കുന്നത്. വചനം അത് നിങ്ങൾ ദൈവമായി ഹൃദയത്തിൽ കൊണ്ടുവരിക. എല്ലാ ഗൾഫിലിരിക്കുന്ന മക്കളും നിങ്ങൾ ഈ ഒരു മാസവും നിങ്ങളൊന്ന് ക്ഷമിക്കുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും അവിടെ വരെ തന്നെ ചെയ്യും. അത് ദൈവത്തെ ഹൃദയത്തിൽ കൊണ്ടുവരിക. ഈ വചനമായ ദൈവത്തെ നമുക്ക് ഹൃദയത്തിൽ കൊണ്ടുവരിക. ചെല്ല മക്കളെ, എല്ലാ മക്കളും കരുണയുടെ സഹായം ചെയ്യണം. എല്ലാ മക്കളും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനരട്ടി 8 ഇരട്ടി നിങ്ങൾക്ക് ദൈവം തരാൻ തന്നെ ചെയ്യും. അമ്മ ഈ യൂട്യൂബിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം പറഞ്ഞ് പറയിപ്പിക്കുകയാണ്. അമ്മയുടെ നാവിൽ കൂടി ഇതൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. എൻ്റെ ചെല്ല മക്കളെ, അതെല്ലാം അനുഗ്രഹമുള്ള മക്കളായി നിങ്ങളെല്ലാം തീരും. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണേ, നിങ്ങളെല്ലാം ഹാപ്പിയായിട്ട് നിങ്ങൾക്ക് വേണ്ടി നല്ലത് വരാൻ കരുതി അമ്മ എല്ലാ മക്കൾക്ക് വേണ്ടി ഒരു മക്കൾ പോലും നഷ്ടപ്പെടാതെ ദൈവത്തിന് എല്ലാ മക്കളെയും വേണം മക്കളെ. കണ്ണീര് കരയുകയാണോ നിങ്ങളെ കണ്ണീര് തുടക്കാൻ ദൈവമുണ്ട് മക്കളെ, ദൈവമുണ്ട്. അല്ല ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. ആരുമില്ല മക്കളെ. മക്കളെ സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക. അല്ല അടുത്ത വഴിയെ പോണവരെല്ലാം സ്നേഹിക്കാനുള്ളത്. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങൾ കുടുംബത്തെ സ്നേഹിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദൈവം എല്ലാ കാര്യവും നിങ്ങൾക്ക് നിറവേറി വരും. നിങ്ങൾ ഹൃദയത്തിൽ ദൈവത്തെ സ്നേഹിക്കുക. 1ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. എൻ്റെ ചെല്ല വചനം അത് ഹൃദയത്തിൽ കൊണ്ടുവരിക. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് അമ്മ നിർത്തുകയാണ്.